എന്താ രോഗം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ബാത്റൂമിൽ പോകുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ഇപ്പോഴും അപ്പോഴും പോണത് ബ്ലഡ് ആണ്. കാരണം അഡ്മിറ്റായി ഇപ്പൊ കണ്ടുപിടിച്ചപ്പോഴാണ് പോളിസൈറ്റീമിയ ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരാളെ സഹായിക്കാനുണ്ടായില്ല എന്നല്ല, 50-100 അയച്ചന്ന് കറി വെച്ച് ആഹാരം കഴിച്ച് മുന്നോട്ട് പോയി. ഞാനപ്പോ എന്റെ അമ്മേനെ കുറിച്ച് അസഭ്യം പറഞ്ഞപ്പോ ഞാൻ തിരിച്ചും പറഞ്ഞു ആ തെറി. അപ്പൊ അത് അവർക്ക് പിടിച്ചില്ല. പോലീസിനെ തെറി പറയുന്നോടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ 2 ഇടി ഇടിച്ചു. ഞാൻ മദ്യപിച്ചു പോലീസുകാരെ തല്ലിന്ന് പറഞ്ഞിട്ട്. പക്ഷെ മദ്യപിച്ചതിന്റെ തെളിവ് ഇവരുടെ കയ്യിലില്ല. പക്ഷെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. സ്നേഹല്ല, രേവതനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് വന്നേക്കണേ. ജീവിതത്തിലെ ഒരു സഖ്യം കൂടി വരികയാണ്. അതെ. അങ്ങനെ ഞാനവിടെ പൂജാരിയായി വേഷം കെട്ടാൻ വന്നതല്ല, മാധ്യമശ്രദ്ധ നേടാൻ വേണ്ടി ആലുവയിൽ വന്നതല്ല. ഞാൻ അവിടെ ഒരു ക്യാൻസർ പേഷ്യനെ കൊണ്ടാക്കി വരുമ്പോഴാണ് ഈ സംഭവം സംഭവിച്ചതാണ്. ശിരൂരിൽ മണ്ണിടിച്ചില് വാഹനം അടിയിൽ പെട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നഷ്ടമായി. അവിടെയും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവിടെയും രേവന്തിന്റെ മുഖം മലയാളികൾ കണ്ടു. അവിടെയും താങ്കൾ എത്തി. അപ്പോ ഇവിടെ സംഭവിച്ചത് അപ്രതീക്ഷിതമാണെന്ന് താങ്കൾ പറയുന്നത്. പക്ഷെ ഇപ്പുറത്ത് സംഭവിക്കുന്നത്, അർജുന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താ? താങ്കൾ നേരിട്ട് പോവുകയല്ലേ? അർജുൻ ചേട്ടന്റെ കേസിന് ഞാൻ ഇവിടുന്ന് നേരിട്ട് പോകാനായിട്ട് ഞാൻ എന്റെ ഓട്ടോറിക്ഷയും കൊണ്ടൊരു ക്യാൻസർ പേഷ്യന്റിനെ നേര്യമംഗലത്ത് കൊണ്ടാക്കി തിരിച്ചു വരുന്ന സമയത്ത് എന്റെ വണ്ടി ചാലക്കുടിയിൽ വെച്ചൊരു അപകടം പറ്റി. വണ്ടി പണിയുന്ന സമയമായിരുന്നു, ഓട്ടോറിക്ഷ പണിയുന്ന സമയമായിരുന്നു. അപ്പൊ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഓട്ടോറിക്ഷ പണിതുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസത്തില്. അപ്പൊ ജൂലൈ മാസത്തില് എന്റെ വണ്ടി പണിയുമ്പോ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കാണ്. അപ്പൊ ഞാൻ അങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കലാണ് ആ ഒരു ദുഃഖകരമായ വാർത്ത ഞാൻ കാണുന്നത്. കർണാടക ഷിരൂർ അങ്കോളയില് മണ്ണിടിച്ചിലില് മലയാളിയെ കാണാതായി, ലോറി കാണാതായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മകനൊരു അമ്മയുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് പോയതാ, രക്ഷാപ്രവർത്തനത്തിന് പോയതാ. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ഷിരൂര് ഗംഗാവാലി പുഴയോർത്ത് കഴിച്ചു കൂട്ടിയത് 75 ദിവസം. 75 ദിവസം എന്തൊക്കെ താങ്കൾ ചെയ്തു അവിടെ? ഞാൻ ഇവിടുന്ന് പോണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലേക്കരന്ന് കാക്കിട്ടിട്ടാ പോണ്. കാക്കിട്ട് പോണ്. ലോറികൾ കൈ കാണിച്ച് ലിഫ്റ്റ് അടിച്ചാ പോയെ അവിടേക്ക്. അവിടെ വണ്ടികൾ കടത്തി വിട്ടില്ല. ഒരു ആംബുലൻസ്, മഹാരാഷ്ട്ര ആംബുലൻസിൽ കയറിയിട്ട് അങ്കോളയിൽ എന്നിറങ്ങി. ആംബുലൻസ് കടത്തി വിട്ടു. അപ്പൊ ആ വണ്ടിയിൽ കയറി പോയെ. അങ്ങനെ ഫസ്റ്റ് ഒരു 5 ദിവസം ചെന്നിട്ട് നമുക്കറിയാത്ത സ്ഥലമാണല്ലോ. നമ്മളവിടെ ചെന്ന് അവര് നാവികസേനയ്ക്ക് ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കല്, ക്രെയിന്റെ സാധനങ്ങൾ കൊണ്ടുവരില്ല, അതൊക്കെ നമ്മളവിടെ ഹെൽപ്പായിട്ട് നിന്നു. എനിക്ക് നീന്തൽ അറിയില്ല, മുങ്ങൽ വിദഗ്ധനോ ഞാൻ നീന്തല് പഠിച്ചിട്ടുള്ള ആളൊന്നല്ല. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ അവര് ചെയ്യുന്ന സഹായങ്ങൾ, അവര് മണ്ണ് മാറ്റാകുമ്പോ വണ്ടിയിൽ പോവും, JCBയുടെ കൂടെ കയറി. അവര് മരത്തിന്റെ വേരൊക്കെ മലയിടിഞ്ഞ് വന്നേക്കാണല്ലോ, മരത്തിന്റെ വേരൊക്കെ കിട്ടുമ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് മാറ്റിയിടും. കല്ലൊക്കെ റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കും, കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ സപ്പോർട്ടായിട്ട് നിന്നു. ഓരോ പ്രവർത്തനങ്ങളിൽ അവരെ കൂടെ നിന്നു. അങ്ങനെ ഞാൻ അവിടെ കിടന്നുറങ്ങിയത് ഗംഗാവാലി പുഴയോരത്ത് ഒരു ടയർ പഞ്ചർ കടയുണ്ട്. ടയർ പഞ്ചർ കടയുടെ ഉമ്മർത്ത ഈ 75 ദിവസം കിടന്നത്. അവിടെ അത് കഴിഞ്ഞപ്പോ 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനാഫ് ഖാനായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് മനാഫ് ഖാൻ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വാങ്ങിട്ട് വരും. അത്ര ദിവസം ചോറും ഉണ്ടതും ഭക്ഷണം കഴിച്ചൊക്കെ നാവികസേനക്കാർ കൊണ്ടുവരുന്ന ചോറും പിന്നെ അങ്കോള ഷിരൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറൊക്കെയാണ് കഴിച്ചായിരുന്നത്. അവിടെ തന്നെ കുളിക്കും. ഗംഗാവാലി പുഴയിലെ വെള്ളം തന്നെ ഞാൻ കുടിച്ചതും ആ വെള്ളം തന്നെയാ. ഞാനപ്പോ ഇവര് ഡ്രഡ്ജർ വരുന്നിട്ട് 4 ആഴ്ച ഇവര് നാട്ടിൽ പോന്നു. മനാഫ് ഖാൻ, അർജുന്റെ കുടുംബം, അതുപോലെ തന്നെ മീഡിയാസ് എല്ലാവരും നാട്ടിൽ നിന്ന് പോന്നപ്പോ മനാഫ്കോട് അർജുന്റെ അമ്മ ചോദിച്ചു, അർജുന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയും കൂടിയാ. അമ്മ ചോദിച്ചു, അവിടെ ആരാ, എന്റെ മോൻ ഒറ്റയ്ക്കല്ല ചോദിച്ചപ്പോ മനാഫ്ക പറഞ്ഞു, അമ്മയുടെ മോൻ ഒറ്റയ്ക്കല്ല, മലയാളിയായ രേവത് എന്ന് പറഞ്ഞൊരു പയ്യൻ അവിടെ ഉണ്ട്. അവിടെ നടക്കണ എന്ത് കാര്യങ്ങൾ നടക്കായാലും എന്നെ വിളിച്ചറിയിക്കുന്നു പറഞ്ഞിട്ടാണ് എന്റെ നമ്പർ അർജുന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് മനാഫ്ക. അപ്പോ അന്നൊട്ട്
അർജുന്റെ അമ്മ എന്നെ എപ്പോഴും വീഡിയോ കോള് വിളിക്കും. അവിടെ എന്താ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ നടക്കണ മൂമെന്റ്സും അർജുന്റെ അമ്മയ്ക്കും മനാഫ്കാക്കും മീഡിയാസിനും ഞാൻ അവിടെ അയച്ചു കൊടുത്തായിരുന്നു. ഇതൊക്കെ വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം അവിടെ പോയതല്ലേ? അല്ല, അവിടുത്തെ ഒരു മീഡിയാസിലും എന്റെ മുഖം വന്നില്ല. പക്ഷെ റിപ്പോർട്ടർ ചാനലില് അരുൺ ചേട്ടനാണ് എന്നെ കണ്ടപ്പോ ചോദിച്ചത് മലയാളിയാണോ ചോദിച്ചു. അപ്പൊ അത് മലയാളി രേവതി പേര് ചാലക്കുടിക്കടുത്ത് വരന്തരപ്പള്ളിന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ വന്നേന്ന് ചോദിച്ചു. അപ്പൊ രക്ഷാപ്രവർത്തനത്തിന് വന്നതാ, അല്ലാണ്ട് കാണാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോ അവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായി ഒരു സഹോദരനെ തേടി വന്നതാണ്. അപ്പാണ് അവിടെയുള്ള നാട്ടുകാര് ഇപ്പൊ സ്വന്തം നാട് പോലെ അവിടെ ശിരൂര്. അപ്പൊ അവരോരോ സഹായങ്ങളും നമുക്ക് ചെയ്തു തരും. കാരണം വെച്ചാൽ ഭക്ഷണം ഡ്രസ്സൊക്കെ അവരെ തന്നായിരുന്നത്. അപ്പൊ 75 ദിവസം അർജുന് വേണ്ടി അവിടെ ഗംഗാവാലി പുഴയോരത്ത് ഞാൻ കഴിച്ചു കൂട്ടി. അർജുന് വേണ്ടിയിട്ട്. അർജുന്റെ അമ്മയ്ക്ക് അറിയാതെ. അമ്മ എന്നോട് ഒന്നും പറയും, മോനെ ഭക്ഷണം കഴിച്ചു. കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഇപ്പോഴും വിളിച്ചാ ഫോൺ എടുക്കാം അമ്മ. ഇപ്പൊ മിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അർജുന്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതായത് കാസർഗോഡ് MLA അൻവർ സാറാണ് ഇറക്കണത്. അപ്പൊ ഇക്ക ഇറക്കണ ബുക്കാണ്. അപ്പൊ അതിന്റെ പ്രകാശനത്തിന്റെ അന്ന് എന്റെ മോൻ വരണം എന്ന് പറഞ്ഞു. ഇപ്പോഴും വിളിക്കാറുണ്ട്. വരന്തരിപ്പള്ളിക്കാരൻ രേവന്ത് ബാബുവിന് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഈ ഫാൻസ് അസോസിയേഷൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സഹായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫാൻസ് അസോസിയേഷന്റെ ആവശ്യമുണ്ടോ? അയ്യോ, അതിനൊരു കഥ വേറെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ വരന്തരപ്പള്ളിക്കാരൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തന്നെ കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാ. അതിൽ തന്നെ ഒരുപാട് തെറി വിളിക്കുന്നുണ്ട്, അസഭ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവരല്ല തുടങ്ങിയോട്ടെ. എന്നാലും എന്നെ കുറച്ചാൾക്കാർ അങ്ങനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ. അല്ലാതെ രേവന്തിന്റെ റിയൽ ഫാൻസ് ഗ്രൂപ്പ് അല്ല. അല്ല. പിന്നെ RB ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറയുന്നത് എന്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. ഫാൻസ് അസോസിയേഷൻ വിട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോഴേ ഈ ഞാൻ പറഞ്ഞില്ല, എന്നെ ചുറ്റും തെറി പറയാനും ചീത്ത വിളിക്കാനുള്ള ആൾക്കാരുണ്ടെന്ന്. അവര് തുടങ്ങിയ ഗ്രൂപ്പാണ് അത്. ഞാൻ അറിഞ്ഞിട്ട് തുടങ്ങിയതൊന്നല്ല. ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഒരു 100 ഗ്രൂപ്പ് ഉണ്ട് രേവതിന്റെ പേരില്. അപ്പൊ ഞാൻ അവരോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്നില്ല. ഞാൻ നിങ്ങളെ മോശപ്പെട്ട വാക്കുകളും പറയാൻ വരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത്. ഞാനും നിങ്ങളെ പോലുള്ള ഒരു സാധാരണക്കാരനാ. രേവന്തിന്റെ ഫേസ്ബുക്ക് രേവന്ത് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അതെ അല്ലേ? ഓക്കെ. വരന്തരിപ്പള്ളിക്കാരൻ ചങ്ങാതി അത് ഓരോരുത്തരും ഇങ്ങനെ എഴുതി വിടുന്നതാണ് താങ്കൾ കേട്ട് അല്ലേ? അതെ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ എന്റെ ചെയ്യുന്നതല്ല. അല്ല, എന്റെ ഈ ഫോണില് അങ്ങനെ ഒരു ആപ്പ് ഇല്ല. ഉണ്ടെങ്കിൽ എടുത്ത് തന്നാ ഞാൻ പറഞ്ഞ പൈസ തരാം. ഓരോരുത്തർ ഇങ്ങനെ അയച്ചു തരാ. പിന്നെ രേവന്ത് ഏതോ കള്ളക്കേസിലാണ്ട് പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലിയേക്കര ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ആരോപണം. എന്താണ് ഞാൻ അതല്ല ചേട്ടായി, ഒരു കാര്യം പറയട്ടെ. ഞാൻ പുതുക്കാട് പോലീസിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അപകടം പറ്റി കഴിഞ്ഞാൽ ആമ്പല്ലൂരായാലും പുതുക്കാടായാലും പാലേക്കര ടോളിന്റെ അവിടെയായാലും നമ്മൾ കാണുന്ന അപകടം പോലീസ് എത്തുമ്പോഴേക്കും നമ്മൾ ആ പേഷ്യന്റിനെ പുതുക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാക്കി അവരെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുക്കാട് സെന്ററില് പോലീസ് സ്റ്റേഷന്റെ ഉമ്മർത്ത് ഒരു കോഴിക്കാട്ടം നിറച്ചു വന്ന ലോറി മറിഞ്ഞിട്ട് രാത്രി 10 മണിക്ക് മറിഞ്ഞിട്ട് ഈ വണ്ടി കാണില്ലേ, ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികള്, ആ വണ്ടിക്ക് കാവലായിട്ട് മറ്റേ സേഫ്റ്റി ജാക്കറ്റ് ഇട്ടിട്ട് കോരി ചെറിയുന്ന മഴയത്ത് ആ ലോറിക്ക് കാവലായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അപകടങ്ങൾ പറ്റാണ്ട് പുലർച്ചെ 7 മണി വരെ, ക്രെയിൻ വരുന്ന സമയം വരെ, ലോറി ഉയർത്തണത് വരെ, ലോഡ് മാറ്റി കയറ്റണ വരെ ഞാൻ അവിടെ കാവലാളായിട്ട് എല്ലാ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുതുക്കാട് പോലീസിന് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ ഞാനെ വിളിച്ച് എന്റെ ഫോണിൽ നിന്ന് വിളിച്ച് പറയാ, സാറേ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ട്, സാറ് പെട്ടെന്ന് വരണം. ഇവിടെ ട്രെയിൻ തട്ടി മരിച്ച ഞാൻ സാറന്മാരെ വിളിക്കും, സാറേ ഇങ്ങനെ ഒരു പേഷ്യന്റ് ഒരാളെ ട്രെയിൻ തട്ടിയിട്ടുണ്ട് സാറെ പെട്ടെന്ന്. സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഇപ്പോ ഒരു വർഷത്തോളായി ട്രീറ്റ്മെന്റ് ആയിട്ട് നടക്കുക. കഴിഞ്ഞ ജൂൺ മാസം തൊട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ രോഗബാധിതനായിട്ടിരിക്കുകയാണ്. എന്താ രോഗം? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ബാത്റൂമിൽ പോകുമ്പോഴും മൂത്രം വയ്ക്കുമ്പോഴൊക്കെ
ഇപ്പോഴും അപ്പോഴും പോണത് ബ്ലഡ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇത് ഈ കണ്ടു തുടങ്ങിയത്, വയറുവേദനയും കൂടി. അപ്പോൾ ഞാൻ അവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വേദനയുടെ ഗുളിക കഴിച്ച് വീണ്ടും വേദന കൂടി, ബ്ലഡ് കൂടുതൽ വരാൻ തുടങ്ങി. അങ്ങനെ June 1 തൊട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി. അതിന്റെ പേപ്പർ റെസീറ്റ് ആണ്. 1 തൊട്ട് ജൂലൈ 27 വരെ ഡിസ്ചാർജ് ആയതിന്റെ പേപ്പറാണ്, രേഖകളാണ് സംഭവം. അത് അപ്പോ ഡോക്ടർ പരിശോധിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ ആമാശയത്തിൽ ചെറിയൊരു മുഴ വന്ന് പൊട്ടുമ്പോ ബ്ലഡ് വരുന്നതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത് അഡ്മിറ്റ് ആയി ഇപ്പൊ കണ്ടുപിടിച്ചപ്പോഴാണ് പോളിസൈറ്റീമിയ ബ്ലഡ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത്. താങ്കൾക്ക് ബ്ലഡ് ക്യാൻസർ സ്റ്റാർട്ടിങ്, അത് നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു വർഷം ഞാൻ ട്രീറ്റ്മെന്റിന്റെ നാളിലാണ്. ഇപ്പൊ വയ്യായ കുറഞ്ഞു വന്നു. അപ്പാണ് വീണ്ടും ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയത്. അതിജീവനം. അതെ, അത് ഞാന് സഹായിക്കാറുണ്ടോ ആളുകള്? സഹായിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വണ്ടി എഞ്ചിൻ പണിയൊക്കെ എടുക്കായിരുന്നു 1 വർഷത്തോളം. അപ്പൊ എങ്ങനെ ജീവിച്ചേ? എങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ റേഷനറി കിട്ടില്ലോ, അതും പിന്നെ അല്ലറ ചില്ലറ ഓരോരുത്തർ സഹായിക്കും. ഇത് കലാഭവൻ ചേട്ടന്റെ വീട്ടുകാരല്ല, ഒരു അറിയുന്ന ആൾക്കാര്, എൻ്റെ ഫേസ്ബുക്കിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് നാളൊക്കെ മുന്നോട്ട് തള്ളിപ്പോയത്. കഷ്ടപ്പാട് തന്നെയായിരുന്നു. അതായത് ഒരാളും സഹായിക്കാനുണ്ടായില്ല എന്നല്ല, 50-100 അയച്ചന്ന് കറി വെച്ച് ആഹാരം കഴിച്ച് മുന്നോട്ട് പോയി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയൊരു സാമ്പത്തിക സഹായം ഒരാളും ചെയ്തില്ല. പക്ഷെ എൻ്റെ ഓട്ടോറിക്ഷ എഞ്ചിൻ പണിയായി ഇപ്പോ കിടന്നപ്പോ ഒരുപാട് പേര് സഹായിച്ചു, എൻ്റെ വണ്ടിയുടെ എഞ്ചിൻ പണി കഴിച്ചു തന്നു. അങ്ങനെ ഒരു സഹായം ചെയ്ത ആൾക്കാര്. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതുക്കാട് പോലീസ് എന്നെ കള്ളക്കേസിൽ കൊടുക്കിയത്. ഞാന് June 1 അഡ്മിറ്റ് ആയിട്ട് ജൂലൈ 27 ഡിസ്ചാർജ് ആയത് മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞു ലോട്ടറി കച്ചവടത്തിന് പോണില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പോണില്ല, വയ്യാത്തോണ്ട്. ഇപ്പൊ ബ്ലഡ് എപ്പോഴും പോവാണ്, തലകറക്കം വരാന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു വൈകുന്നേരങ്ങളിൽ വെയിലാറിയ സമയത്ത് ലോട്ടറി വെക്കാൻ പോക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാലക്കര ടോൾ പ്ലാസ അവിടെ ഡെയിലി ടിക്കറ്റ് വിൽക്കാൻ വരുന്നത് രാത്രി കാലങ്ങള്. അപ്പൊ ജൂലൈ ആഗസ്റ്റ് മാസമാണ്. ഓണം ബമ്പർ ഇറങ്ങിയിട്ടുണ്ട്. ഓണം ബമ്പർ വിൽക്കാനായിട്ട് ഞാൻ വന്നു. ആഗസ്റ്റ് 1 തൊട്ട് ലോട്ടറി കച്ചവടം തുടങ്ങി. 7 തിരിച്ച് അഡ്മിറ്റ് ആവണമെന്ന് ഇതിലുണ്ട്. ആഗസ്റ്റ് 7 അഡ്മിറ്റ് ആവണമെന്നുണ്ട്. അപ്പൊ 5 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ 10 പൈസ ഇല്ല, ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയും എന്റെ കൂടെ കൂട്ടി നിക്ക. അപ്പൊ വേറെ പണിക്കൊന്നും പോണില്ല. അപ്പൊ 6 ദിവസം വൈകുന്നേരങ്ങളിൽ പോയിട്ട് ലോട്ടറി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ പോയത് പാലക്കര ടോൾ പ്ലാസ ഇടയ്ക്ക്. അങ്ങനെ ആഗസ്റ്റ് 5 വൈകുന്നേരം പോയിട്ട് ഞാൻ തൃശ്ശൂർ ഭാഗത്ത് ടോൾ പ്ലാസ തൃശ്ശൂർ ഭാഗത്തേക്ക് പോണ ചായക്കടയുടെ കച്ചവടം കുറഞ്ഞപ്പോ എറണാകുളത്തേക്കുള്ള പോണ പാതയില് ടോൾ പ്ലാസയുടെ അവിടെ ചായക്കടയുണ്ട്. അവിടെ ചായക്കടയുടെ അവിടേക്ക് ലോട്ടറി കച്ചവടത്തിന് വരുന്ന സമയത്ത് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസ് കണ്ടിട്ട് അവിടെ ആംബുലൻസ് ട്രാക്കിൽ കുറെ ലോറികൾ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി രാത്രി ഇടും. അപ്പൊ ഞാൻ വേഗം ചെന്നിട്ട് ആ ലോറിമേ തട്ടിയിട്ട് പറഞ്ഞു, അണ്ണ തമിഴ്നാട് വണ്ടിയാ, അണ്ണ വണ്ടി മാറ്റി പാർക്ക് പണ്ടെങ്കിൽ അണ്ണ ഇത് ആംബുലൻസ് വേറെ ട്രാക്ക് എന്ന്. ഈ ഡ്രൈവർ എന്തിട്ട് ചെയ്ത ദേഷ്യം വന്നിട്ട് ഞാൻ ഇങ്ങനെ ഡോർമ തട്ടിയില്ലോ. തട്ടിയ ദിവസം തന്നെ ഈ ഡ്രൈവർ എന്തിനാ ഡോർ ഒറ്റ തുറത്തെ എന്നിട്ട് എന്നെ തെറി പറഞ്ഞു. അപ്പൊ ഈ ഡോർ വന്ന് എന്റെ നെറ്റിലടിച്ചു. നെറ്റിലടിച്ച ദിവസം തന്നെ അപ്പോഴേക്ക് അവിടെ നിന്ന് ഒരു പോലീസ് വണ്ടി വന്നാന്നു. അപ്പൊ ഞാൻ സാറന്മാരെ അടുത്ത് ചെന്ന് ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. സാറ് ആംബുലൻസ് വരുന്ന വണ്ടി, അതേ ആംബുലൻസ് വരുന്ന സാറ്, ആംബുലൻസ് വരുന്ന ട്രാക്കിൽ നിന്ന് വണ്ടികൾ മാറ്റാൻ പറഞ്ഞപ്പോ ഇയാൾ ഡോർ വന്ന് നെറ്റി മേടിച്ചു. ആ വണ്ടി നമ്പർ നോക്കടാന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ഇയാൾ വന്ന് എന്നെ തല്ലാൻ ഇറങ്ങിയപ്പോ ഞാൻ ആ വണ്ടിയിൽ ചാവി ഊരിയിട്ട് പോലീസുകാരെല്ലാം കൊണ്ടുകൊടുത്തു. സാറ് എന്നാ വണ്ടിയിൽ ചാവി എന്ന് പറഞ്ഞു. അപ്പൊ ആണ് ഈ പോലീസുകാരെന്നെ തെറി പറഞ്ഞത്, നിനക്കാരെ നിയമം കയ്യിലെടുക്കാൻ അവകാശം തന്നെ, അങ്ങനെയാണ് നിന്റെ അമ്മയുടെ മറ്റോടത്തന്നെ വണ്ടി പാർക്ക് ചെയ്താണ് മോനെ എന്ന് വിളിച്ചു. അത് കേട്ടപ്പോ
അത് നമ്മള് ഈ പോലീസുകാർ നമ്മളെ തെറി പറഞ്ഞ നമ്മള് കേട്ടു പോണെന്നാണ് അവരുടെ ധാരണ. ഞാനപ്പൊ എന്റെ അമ്മേനെ കുറിച്ച് അസഭ്യം പറഞ്ഞപ്പോ ഞാൻ തിരിച്ചും പറഞ്ഞു ആ തെറി. അപ്പൊ അത് അവർക്ക് പിടിച്ചില്ല. പോലീസിനെ തെറി പറയുന്നോടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എന്നെ രണ്ടിടി ഇടിച്ചു. അപ്പൊ ഞാൻ അവർ തള്ളി. എന്നെ തല്ലല്ല സാർ, എന്നെ തല്ലല്ല എന്ന് പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയില് ആളാവാൻ നോക്കണ പോലെ പോലീസിന്റെ അടുത്ത് ആളാവാൻ വന്നു കഴിഞ്ഞാൽ നിന്നെ ഇടിച്ച് പരിപ്പ് കിടക്കുന്ന പറഞ്ഞിട്ട് ഇവര് പോലീസ് ജീപ്പിന്ന് മറ്റേ കൈവലം കൊണ്ടുവന്നിട്ട് എന്നെ കൈവലങ്ങ് വെച്ചു. കൈവലങ്ങ് വെച്ചിട്ട് പുതുക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പരിശോധന നടത്തിയിട്ട് ഇവർക്ക് ഒന്നും കണ്ടുപിടിച്ചില്ല. ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് അവിടെ ഇരിക്കടാന്നൊക്കെ പറഞ്ഞ എന്നെ തല്ലി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തന്നെ സാറേ. അപ്പൊ നീ എന്തിനു കഴിച്ചിട്ടുണ്ട്? മദ്യം കഴിച്ചിട്ടുണ്ടാ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. നീ MDMA അടിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞു MDMA അടിച്ചില്ല സാറേ. ഇവര് പറയാ കള്ളും കഞ്ചാവല്ല എന്ന് പറഞ്ഞിട്ട് ഇവര് കള്ളക്കേസിൽ കുടുക്കി. ഞാൻ മദ്യപിച്ചു പോലീസുകാരെ തല്ലിന്ന് പറഞ്ഞിട്ട്. പക്ഷെ മദ്യപിച്ചതിന്റെ തെളിവ് ഇവരുടെ കയ്യിലില്ല. പക്ഷെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വാർത്ത വന്ന് ഇവര് വ്യാജ വാർത്ത കുടുക്കി. ആ വാർത്തകൾ ഫുള്ള് എന്റെ ഫോണിലുണ്ട്. എന്നിട്ട് ഇവരെന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ ക്രൂരമായിട്ട് തല്ലി സെല്ലിലിട്ടിട്ട്. അത് ഇപ്പോഴും CCTV-യിലുണ്ട് പുതുക്കാട് സ്റ്റേഷനില്. പോലീസിന് നേരെയാണ് അതെ സത്യം ആരോപണം ഉന്നയിക്കുന്ന അവര് കള്ളക്കേസിൽ കുടിക്കില്ല. ഒരു സാധാരണക്കാരൻ ഇത്രയും സഹായങ്ങൾ ഒരുപാട് പേർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വരെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറ് ബാബു മദ്യപിച്ച് പോലീസിനെ തല്ലിയാന്ന് ചോദിച്ചു. എന്നെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അപകീർത്തിപ്പെടുത്തിയതാ പുതുക്കാട് പോലീസ്. അതിലെന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പോലീസുകാരനുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരനാണ് എന്നെ അപമാനിച്ചത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ. ഞാൻ അല്ലാണ്ട് മദ്യപിച്ചോ MDMA അടിച്ചിട്ടോ കഞ്ചാവ് അടിച്ചിട്ടല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എന്നിട്ട് എന്നെ ആശുപത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി. എന്നിട്ട് അവര് പിറ്റേ ദിവസം എന്നിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും എന്നെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടും എൻ്റെ അമ്മേനെ അറിയിച്ചില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോ പോലീസുകാര് സ്വന്തം മാതാപിതാക്കളെ അറിയിക്കണം. കുറ്റാരോപിതനെ അറിയിക്കണം. അവരറിയിച്ചില്ല. പിറ്റേ ദിവസം എങ്ങനെയോ അറിഞ്ഞിട്ടാണ് എൻ്റെ അമ്മ വന്നത് സ്റ്റേഷനിലേക്ക്. ആരോ വിളിച്ചു പറഞ്ഞിട്ട്. എന്നിട്ട് വന്നിട്ട് നോക്കിയപ്പോ ഞാൻ സെല്ലിൽ കിടക്കുക, ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ. എന്നിട്ട് തന്നെ ഇവര് കോടതിയിലെ ജഡ്ജിയുടെ വീട്ടിൽ കൊണ്ടുപോയി ജഡ്ജി സാറ് അവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ജഡ്ജി സാറ് പറഞ്ഞു അത് ബാബു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ വീട്ടിലേക്ക് വിട്ടത്. ഞാൻ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അവര് റിമാൻഡ് ചെയ്യില്ലേ? അതുവരെ എന്നെ ചെയ്തില്ല അവര്. എൻ്റെ നിരപരാധിത്വം ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് ജഡ്ജിക്ക് മനസ്സിലായി. ജഡ്ജി സാർ എന്നോട് പറഞ്ഞു രേവതി പൊക്കോളാൻ പറഞ്ഞോളൂ, പുതുക്കാട് പോലീസ് വിളിക്കും, നീ സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങനെയാ പുതുക്കാട് പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല സ്നേഹത്തിലാണോ സൗഹൃദത്തിലാണോ? ഇവർക്ക് ആ വൈരാഗ്യം വെച്ച് കിടക്കവര് ഇപ്പോഴും ആ വൈരാഗ്യം വെച്ച് കിടക്ക. ഇന്നാള് ഞാൻ അത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പോലീസ് ജീപ്പിൽ വേറൊരു പോലീസുകാരനെ SI ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവോ? അവര് പോലീസുകാരല്ലേ, അങ്ങനെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അവർക്ക് കള്ളക്കേസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അന്ന്. എന്നെ എന്നിട്ട് വ്യാജ വാർത്തയായിട്ട് പേപ്പറില് പുതുക്കാട് ഹൈവേ പോലീസിനെ ആക്രമിച്ച ഓട്ടോ ഡ്രൈവറെ അറസ്റ്റിൽ റിമാൻഡിലേക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. ഇതൊന്നും എനിക്കെതിരെ ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക്. അതിന്റെ വൈരാഗ്യം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇവരും ഇപ്പോഴും കാണുമ്പോ മോശപ്പെട്ട വാക്കുകൾ എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഞാന് RB അല്ലെ ഫേസ്ബുക്ക് കൂട്ടായ്മ അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾ അതില് ഭാഗമാണ്. എനിക്ക് തോന്നുന്നു 500-ലേക്ക് എത്താനായിട്ട് 2 വ്യക്തികളുടെ ഒരു ജോയിനിങ് കൂടി മാത്രമുള്ളൂ അതിലേക്ക് അല്ലെ. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിരവധി VIP-കളുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, MLA-മാരുണ്ട് അല്ലെ, അങ്ങനെയുണ്ട്, MP-മാരുണ്ട്, MLA-മാര് ഒക്കെ ഉണ്ട്. എന്നെ അവര് സ്നേഹിക്കുന്നവരാണ്. അതെ. ഞാൻ ഈ RB ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഫസ്റ്റ് ആയിട്ട് ടച്ച് ഫോൺ ചൈനയുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. എൻ്റെ പേര് രേവത് ബാബു എന്നാണ്. അപ്പൊ രേവതിയില് R-ഉം ബാബുവില് B-യും. അങ്ങനെയാണ് RB ഫേസ്ബുക്ക് കൂട്ടായ്മ എന്നിട്ട് ഒരു വാട്സപ്പ് തുടങ്ങി. അതിന് വേണ്ടിട്ടായിരുന്നു തുടങ്ങി. അത് അതില് 14 ജില്ലത്തെ ആൾക്കാരുണ്ട്.
14 ജില്ലത്തെ ആൾക്കാർക്ക് അവരുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്നെങ്കിൽ അവര് വന്നിട്ട് 14 ജില്ലയിലെ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മള് 14 ജില്ല ഇപ്പൊ കാസർഗോഡ് നിന്ന് ഒരാൾ തൃശ്ശൂർ വന്നിട്ട് പെട്ടുപോയില്ലേ, അത് ഞാൻ ഇവിടെ വന്ന് പെട്ടുണ്ട ഇവിടേക്ക് വായോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെല്ലും. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോഴും നടക്കുന്നുണ്ട് RB ഫേസ്ബുക്ക് ടൈമില്. പിന്നെ ഒരു ചേച്ചിക്ക് വാടക വീട് എടുത്തു കൊടുത്തു. പിന്നെ ഓരോരുത്തർക്ക് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അതിന് ആ ഗ്രൂപ്പ് ഇന്നും മുന്നിലുണ്ട്. പിന്നെ എന്റെ ഓട്ടോറിക്ഷ എഞ്ചിൻ പണിയായി കിടന്നപ്പോ ആ ഗ്രൂപ്പിലുള്ളവരെന്നെ സഹായിച്ചത്. ഇതാന്ന് തോന്നുന്നു ആ ഒരു ഗ്രൂപ്പ് അല്ലെ. RB അതന്നെ RB ഫേസ്ബുക്ക് ടൈം മുകളിൽ ടച്ച് ചെയ്യാണ്. അതന്നെ RB ഫേസ്ബുക്ക് ടൈം അല്ലെ. അതെ എനിക്ക് തോന്നുന്നു ഇതാണത്. അതെ RB ഫേസ്ബുക്ക് ടൈം, രേവത് ബാബു ഫേസ്ബുക്ക് ടൈം. അത് 2000 ഇപ്പോ ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 15 വർഷമായി. 15 വർഷം കൊണ്ടുള്ള ഗ്രൂപ്പാ. ആ ഗ്രൂപ്പ് ഒരു കുടുംബം പോലെ. ഇപ്പോഴും അതില് സാറുമാരുണ്ട്, ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. അവരൊക്കെ അത്യാവശ്യത്തിന് മാത്രം നമ്മളെ വിളിക്കുക. എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും. ഇതിലുള്ള ആൾക്കാര് MLA-മാര് MP പോലീസുകാരൊക്കെ എന്നെ വിളിച്ച് കേസില്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും പുണ്യമായിട്ട് പ്രവർത്തിയാണ് അവര് പറയുന്നത്. അതാണ് ചോദിക്കാൻ വന്നത്. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ താങ്കൾക്കൊപ്പം പോലീസുകാരുണ്ട്, എന്നിട്ട് അവർക്ക് നേരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലുള്ള പോലീസുകാർ നല്ല പോലീസുകാരാ. താങ്കൾക്കെതിരെ നിൽക്കുന്ന പോലീസുകാർ മാത്രം മോശമാണെന്നാണ് പറയുന്നത്. അതെ എന്നെ കള്ളക്കേസിൽ കുടിക്കുന്നത് അവര് അറിഞ്ഞുകൊണ്ട് തന്നെ കുടിക്കുക. അതെന്റെ വീടിന്റെ അയലക്കത്തുള്ള ആൾക്കാരാ ഈ എന്നെ കള്ളക്കേസിൽ കുടിക്കുന്നത്. താങ്കൾ ഫെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിയപ്പോഴാണോ അങ്ങനെയൊക്കെ താങ്കൾക്ക് സ്വയമായി തോന്നുന്നതാണോ? അത് അല്ല. കാരണം അവരെന്നോടാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ നീ വലിയ ആളാവാൻ നോക്കണ്ട, നിന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞങ്ങള് താഴ്ത്തി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ്. ഈ പോലീസുകാരൻ തന്നെയാണ് ഈ എന്നെ കള്ളക്കേസിൽ കുടിക്കിയ പോലീസുകാരൻ തന്നെയാണ് ഈ എല്ലാ മാധ്യമത്തേക്ക് ഈ ന്യൂസ് കൊടുത്തത്. എന്നെ അവിടെ ചിത്രീകരിച്ച് മോശമായി ചിത്രീകരിച്ചത്. രേവന്തേ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തില് ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവാറ്റുപുഴയില് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾ ഇന്ന് വാചാരമായിട്ട് സംസാരിക്കും. പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യാവസ്ഥ കൊണ്ട്, പട്ടിണി കൊണ്ട് ഒരു അമ്മ, അച്ഛൻ, പിഞ്ചു കുഞ്ഞുങ്ങൾ പുഴയിൽ ജീവനൊടുക്കിയ ഒരു കാര്യം. അപ്പോൾ നമ്മൾ സഹായം ചെയ്യുന്ന വ്യക്തികൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലുള്ള നന്മയിലേക്ക് ഇറങ്ങുന്ന ആളുകളെ കുറിച്ച് ആരോപണങ്ങൾ നിലവിലുണ്ടാവാറുണ്ട്. പക്ഷെ ആ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ സഹായിക്കാൻ എത്തുന്നവരെ കുറിച്ച് ഇതുപോലെ മോശം അഭിപ്രായങ്ങളും പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ കുടുംബം ഇന്ന് മരണപ്പെട്ടത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാൻ ഒരുപാട് പേര് ഉണ്ട്. നമ്മളൊക്കെ ഇതിനു മുന്നിൽ നിസ്സഹായരാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും താഴെ തട്ടില് ഉള്ള പാവങ്ങളുണ്ട്. ഒരു ആനുകൂല്യം കിട്ടാണ്ട്, സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം, വോട്ടിന് മാത്രം അവര് നമ്മുടെ മുന്നിൽ വരും. നമ്മൾ ചെയ്ത വോട്ട് കൊണ്ടാണ് അവര് വിജയിച്ച് അവര് മന്ത്രിയായാലും MLA ആയിട്ടിരിക്കുന്നത്. അവര് ഒന്നും കണ്ടു തുറന്നിട്ടുണ്ടെങ്കിൽ ഈ 4 പേരിന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അവരിൽ നിന്ന് ഓരോ ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവര് പട്ടിണിയുടെ വക്കിൽ നിന്ന് മരണത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, മലയാളികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല മൂവാറ്റുപുഴയത്തെ ആ കുടുംബം കൂട്ടാത്മഹത്യ ചെയ്തത്. ആ കുഞ്ഞു മക്കൾക്ക് അറിവുള്ള വിശപ്പ്, ദാരിദ്ര്യം എന്തറിയാം? താങ്കൾ എങ്ങനെയാ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളാ. കാരണം നമ്മുടെ കയ്യിലില്ല. ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നമ്മള് സേവനത്തിനായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 500 കുടുംബത്തേക്കും 500 രൂപ ഓട്ടത്തിന് വേണ്ടി മാറ്റി വയ്ക്കും. താങ്കൾക്കെന്നൊരു ജീവിതം ആഗ്രഹിക്കുന്നില്ലേ? ഒരു കുടുംബം, കുട്ടികൾ. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ അങ്ങനെ രേവന്ത് ബാബുവിനെ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പോസ്റ്റ് ഒക്കെ താങ്കൾ തന്നെയാണ് ഇട്ടുള്ളത്. അത് ഭയങ്കര കോമഡിയാണല്ലോ. ഫേസ്ബുക്കിൽ അത് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസോസിയേഷൻ ഇട്ടാണ്. അല്ലല്ല, ഞാൻ കണ്ടന്റിന് വേണ്ടിട്ടാ.
അതെന്ത് കണ്ടന്റ് അത് ഇങ്ങനെ ആൾക്കാരുടെ മനസ്സറിയണല്ലോ. പക്ഷെ അതില് ഭരണിപ്പാട്ട കൊടുങ്ങല്ലൂര് ഭരണിപ്പാട്ട കമന്റ് ആയിട്ട് പെണ്ണിനെ കിട്ടിയില്ല. പക്ഷെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. സ്നേഹല്ല, രേവതനെ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് വന്നേക്കണ്. അപ്പൊ ഈ നാളെ ശനിയാഴ്ച മറ്റന്നാ ഞായറാഴ്ച കാണാൻ പോവാണ്, പെണ്ണ് കാണാൻ പോവാണ്. ആശംസകൾ. ജീവിതത്തിലെ ഒരു സഖ്യം കൂടി വരികയാണ്. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു കുട്ടിയാട്ടാ. അപ്പൊ ഈ കുട്ടിയുടെ മാമന ആരാന്നറിയില്ല, വിളിച്ചു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു ഫേക്ക് ആയിട്ട് എന്നെ പറ്റിക്കാൻ വരുന്നതാണോ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ഞാൻ പറ്റിക്കാനൊന്നല്ല രേവതിന്റെ പോസ്റ്റ് കണ്ടിട്ട് എന്റെ ബന്ധു ഒരു കുട്ടിയുണ്ട്, കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു രേവതിന് ഇഷ്ടമാണ്, ഞായറാഴ്ച വന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ്, ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവാണ്.